നമസ്കാരം. മാനിഫെസ്റ്റേഷന്റെ അടിസ്ഥാന തത്വങ്ങൾ വിശദീകരിക്കുന്ന വിഷൻ 90 സീരീസിലെ ഡേ 4ലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പ്ലാസിബോ എഫക്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. മുത്തശ്ശിയുടെ മുട്ടുവേദന മാറ്റിയ കഥ. ഇന്ന് അതിനോട് ചേർത്ത് വായിക്കാൻ പറ്റുന്ന മറ്റൊന്നിനെ കുറിച്ചാണ് പറയുന്നത്, അന്ധവിശ്വാസം. അന്ധവിശ്വാസം എന്നത് സൂപ്പർസ്റ്റിഷൻ എന്ന അർത്ഥത്തിലല്ല ഞാനിവിടെ പറയുന്നത്, ബ്ലൈൻഡ് ബിലീഫ് എന്ന അർത്ഥത്തിലാണ്. അതായത് കണ്ണും പൂട്ടി വിശ്വസിക്കുക. രണ്ട് തരത്തിൽ നമുക്കൊരു കാര്യത്തെ വിശ്വസിക്കാൻ കഴിയും. ഒന്ന്, കാര്യകാരണ സഹിതം അതിനെ വിശകലനം ചെയ്തതിന് ശേഷം നമുക്ക് വിശ്വസിക്കാം. അതിനാണ് എംപിരിക്കൽ ബിലീഫ് എന്ന് പറയുക. അതായത് നമ്മൾ സയൻസിലൊക്കെ കണ്ടെത്തുന്ന പോലെയുള്ള തത്വങ്ങൾ. എന്നാൽ ബ്ലൈൻഡ് ബിലീഫ് ഉണ്ട്. നമ്മൾ ഈശ്വരനെ വിശ്വസിക്കുന്നത് ഒരു ബ്ലൈൻഡ് ബിലീഫാണ്. ഈശ്വരനെ നമ്മൾ കണ്ടിട്ടില്ല, അനലൈസ് ചെയ്തിട്ടില്ല, നമുക്ക് അറിയുകയുമില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടോ ഇല്ല എന്നുള്ളത്. പക്ഷെ നമ്മൾ ബ്ലൈൻഡായി ബിലീവ് ചെയ്യുന്നു. ഇതാണ് ബ്ലൈൻഡ് ബിലീഫ്. മാനിഫെസ്റ്റേഷനിൽ ഈ ബ്ലൈൻഡ് ബിലീഫിന് എന്താണ് പ്രാധാന്യം എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. പ്ലാസിബോ എഫക്റ്റിനെ വിശദീകരിക്കാൻ നമ്മളൊന്ന് പരാമർശിച്ചിട്ടുള്ള ഒരു വിഷയമായിരുന്നു സബ് കോൺഷ്യസ് ബിലീഫ് സിസ്റ്റം എന്നത്. അന്ധമായി നമ്മളൊരു കാര്യം വിശ്വസിക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ സബ് കോൺഷ്യസ് ലെവലിൽ നിങ്ങൾ കൺവിൻസ്ഡ് ആവുകയാണ്, നിങ്ങൾ സ്വയം വിശ്വസിക്കുകയാണ് ഇതിങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അത് നടത്തി തരുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ബ്രെയിൻ ആരംഭിക്കും. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളൊരു ജോബ് ഇന്റർവ്യൂവിന് പോവുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ സബ് കോൺഷ്യസ് ലെവലിൽ ഉറച്ചു വിശ്വസിക്കുകയാണ് നിങ്ങൾക്ക് ഈ ജോലി എന്തായാലും കിട്ടും. അനലൈസ് ചെയ്തിട്ടല്ല, നിങ്ങൾക്ക് എത്ര യോഗ്യതയുണ്ട്, ആ ഇന്റർവ്യൂവിന് നിങ്ങൾ എത്ര പെർഫോം ചെയ്തു, അങ്ങനെ അനലൈസ് ചെയ്തിട്ടുള്ള എംപിരിക്കൽ ബിലീഫ് അല്ല. പകരം ഉറപ്പായിട്ടും എനിക്ക് ആ ജോലി കിട്ടും എന്ന് സബ് കോൺഷ്യസ് ലെവലിൽ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ജോലി കിട്ടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ബ്രെയിൻ ആരംഭിക്കും. ജീവിത വിജയം നേടി ആരെ വേണോ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിക്കോളൂ. അവർ ഓവർ തിങ്ക് ചെയ്തിരിക്കുകയല്ല ചെയ്യുക, ആക്ഷൻ എടുക്കുകയാണ് ചെയ്യുക. ബ്ലൈൻഡായി അവരെ തന്നെ വിശ്വസിക്കും. ഞാൻ ഇതിൽ ജയിക്കും എന്ന് സബ് കോൺഷ്യസ് ലെവലിൽ അവർ വിശ്വസിക്കും. ഈ കാരണം കൊണ്ടാണ് ഓവർ തിങ്കേഴ്സിന് പൊതുവെ വിജയത്തിലെത്താൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. കാരണം അവരെല്ലാത്തിനെയും അനലൈസ് ചെയ്യാൻ ശ്രമിക്കും, കാര്യകാരണ സഹിതം വിശകലനം ചെയ്യാൻ ശ്രമിക്കും. അവരുടെ സബ് കോൺഷ്യസ് ലെവലിൽ അവർക്ക് അതിനെ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ല. എപ്പോഴും എന്ത് കാര്യത്തിനും 50% പരാജയ സാധ്യതയും 50% വിജയ സാധ്യതയും എല്ലാ സാഹചര്യത്തിലും നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. ഒരു പുതിയ പ്രവർത്തനത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഈ പരാജയ സാധ്യതകളെ കുറിച്ച് വിശകലനം ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിലായിരിക്കും കൺവിൻസ്ഡ് ആവുന്നത്. സ്വാഭാവികമായിട്ടും നിങ്ങൾ പരാജയപ്പെടും. നിങ്ങളുടെ സബ് കോൺഷ്യസിനെ റീപ്രോഗ്രാം ചെയ്തുകൊണ്ട് നിങ്ങളുടെ കഴിവുകളെ തന്നെ ബ്ലൈൻഡായി വിശ്വസിക്കുന്ന നല്ലൊരു മാനിഫെസ്റ്ററായി നിങ്ങൾക്ക് മാറുന്നതിന് പരിത്രാണായ എന്ന ഈ യാത്രയിൽ കൂടെ ചേർന്നോളൂ.